BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നശിച്ചായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തൊട്ടതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജെസ്പി കിഡ്സ്. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ തെക്കുംഭാഗം പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV മത്തായി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു.
ഐക്യ മലേറിയ മഹാസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ MS വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പനയിൽ നടന്ന പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിനുള്ളിൽ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. ചിലവ് നോ സ്റ്റാർ വോളിബോൾ ടൂർണമെന്റിൽ കാരിക്കോട് കാസ്റ്റ് ചാമ്പ്യന്മാരായി. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് K. ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. 6 മാസമായി മുടങ്ങിക്കിടന്ന വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തെക്കുംഭാഗം പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഇടവെട്ടി പഞ്ചായത്തിലെ 651 തൊഴിലാളികൾക്കായി 36 ലക്ഷം രൂപയാണ് കൂലി ഇനത്തിൽ ലഭിക്കാനുള്ളത്. രാവിലെ ആരംഭിച്ച ഉപവാസ സമരം KSKTU ജില്ലാ പ്രസിഡന്റ് VV മത്തായി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇത് പറയുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പശ്ചാത്തലം ചുരുക്കമായി ഒന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. 1ാം UPA ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന സാഹചര്യം നാം മറന്നുപോയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം കിട്ടാതെ വരികയും BJPയുടെ നേതൃത്വത്തിലൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ശത്രുതയും മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA ഗവൺമെന്റിന് നിരുപാധികം പിന്തുണ നൽകാൻ തയ്യാറായി. ആ സന്ദർഭത്തിൽ സോണിയ മാഡമടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസിൽ വന്ന് 10-12 കേന്ദ്ര മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് പദവി, പ്രധാനപ്പെട്ട വകുപ്പുകൾ തുടങ്ങി ഒട്ടേറെ വാഗ്ദാനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം ആവശ്യമില്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ പണിയെടുക്കുന്ന കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ, NREG വർക്കേഴ്സ് യൂണിയൻ തൊടുപുഴ ഏരിയ സെക്രട്ടറി PM മുജീബ്, ജില്ലാ കമ്മിറ്റി അംഗം MM മാത്യു, KM സരസു എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉഷ സോമൻ അധ്യക്ഷയായിരുന്നു. KV ഷംസുദ്ദീൻ, VS പ്രിൻസ്, തോമസ് വർക്കി, P പ്രകാശ്, സീന നവാസ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗി സംഗമം നടത്തി. പ്രസിഡന്റ് ലീലാമ ജോസ് അധ്യക്ഷത വഹിച്ചു. ജോസഫ് മൂലശ്ശേരി, ജെയിംസ് ചാക്കോ, MT തങ്കച്ചൻ, ആമിന സണ്ണി എന്നിവർ പങ്കെടുത്തു. കാരുണ്യ പ്രവർത്തനം നമുക്കറിയാം. എത്ര സാമ്പത്തികമുള്ളവനും ഇതുപോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് പോലെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ എത്ര വലിയവനായാലും മുമ്പ് കൊത്തും. നമ്മളെല്ലാവരും നിങ്ങളുടെയൊക്കെ അനുഭവം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇവിടെ കൗൺസിലറും ചെയർപേഴ്സണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാം ഉണ്ടായിരുന്ന മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു ഡോക്ടർ ജില്ലാതലത്തിൽ ഞാൻ അത് DMO ഒക്കെ ആയിട്ട് NHMന്റെ ഡോക്ടറൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ബോധവൽക്കരണ സെമിനാർ നടത്തുന്നതിന് വേണ്ടി വിട്ടുതരാം എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും അതൊന്നും പ്രാബല്യത്തിലാകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ നടപടി ക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബോധവൽക്കരണ സെമിനാർ, അതുപോലെ തന്നെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മൊബൈൽ ലാബ് വന്ന് നല്ല രീതിയിൽ ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അതിനകത്ത് കിഡ്നിക്ക് രോഗം വരാൻ ചാൻസ് ഉള്ളവരെ അവരെന്തെല്ലാം ഇനി ചെയ്യണമെന്ന് ഡോക്ടർമാർ ഇവിടെ നിർദ്ദേശിക്കുകയുണ്ടായി. നമ്മുടെ ഡോക്ടർമാർ 2 പേര് നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സും ഒക്കെ വന്നാണ് അതിന് നേതൃത്വം നൽകിയത്.
തൊടുപുഴയിൽ രാജീവ് ഗാന്ധിയുടെ 26ാമത് രക്തസാക്ഷി ദിനാചരണം നടത്തി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രക്തസാക്ഷി ദിനാചരണം KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ഭാരതം ലോകത്തിന്റെ മുൻപിലോട്ട് സമസ്ത മേഖലയിലും കുതിച്ചുചാട്ടം നടത്തിയ ഒരു കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൈപിടിച്ചുയർത്തുവാനും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിന്റെ നിറയിലെത്തിക്കുവാനും ഭാരതത്തെ കൊണ്ടെത്തിക്കാൻ ഭാഗ്യം ജനിച്ച ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. വിഘടനവാദികൾ കൊലക്കത്തി ഊരിയപ്പോഴും കൈബോംബുമായി ഒളിച്ചു നിന്നപ്പോഴും തനുവിൻ്റെ രൂപത്തിൽ കൈബോംബുമായി വന്നപ്പോഴും മനുഷ്യ ബോംബായി വന്നപ്പോഴുമൊക്കെ എന്നേക്കാൾ വലുത് രാഷ്ട്രമാണ് എന്ന് ചിന്തിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് നൽകിയ സന്ദേശം മഹത്തരമാണ്. ഈ രാജ്യത്തെ വെട്ടിമുറിക്കുവാൻ ഇന്ദ്രൻബാല തയ്യാറായ സന്ദർഭത്തിൽ ഈ സംസ്ഥാനത്തിന് ഈ രാജ്യത്തിനകത്ത് പാകിസ്ഥാൻ ഖാലിസ്ഥാൻ ഉണ്ടാക്കുവാനുള്ള തീവ്രമായ പരിശ്രമം ഉണ്ടായപ്പോൾ ഭുവനേശ്വറിലെ അവസാനത്തെ പ്രസംഗത്തിൽ തൻ്റെ മാതാവ് ഇന്ദിരാജി പറഞ്ഞ വാക്കുകൾ ഇന്നും ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ അവസാനത്തുള്ള രക്തം ചിന്തിയാലും ചിന്തുന്നവരെ ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ സമ്മതിക്കുകയില്ല എന്ന ഇന്ദിരാജിയുടെ സന്ദേശം യഥാർത്ഥത്തിൽ ശിരസ വഹിച്ചു പോകാൻ രാജീവ് ഗാന്ധി ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു എന്നുള്ളതാണ് രക്തസാക്ഷിത്വം വഴി നമുക്ക് മനസ്സിലാകുന്നത്. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ NI ബെന്നി, VE താജുദ്ദീൻ, മുഹമ്മദ് അൻഷാദ്, PA ഷാഹുൽ ഹമീദ്, KA നൌഷാദ്, TL അക്ബർ, KP റോയ്, ജോമോൻ തെക്കുംഭാഗം, നാസർ, അബ്ദുൽ ഖാദർ, MK സിയാദ് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴയിൽ രാജീവ് ഗാന്ധിയുടെ 26ാമത് രക്തസാക്ഷി ദിനാചരണം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തം മാതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഏറ്റവും വലിയ അധികാരം കൈയാളുമ്പോഴും ആ അധികാരത്തിൽ നിന്നെല്ലാം മാറി ഈ രാജ്യത്ത് ഒരു എയർലൈൻസിലെ പൈലറ്റായി ജോലി ചെയ്യാൻ മാനസികമായ ഒരു തയ്യാറെടുപ്പ് സാധാരണക്കാർക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കണമെന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യവും ആഗ്രഹവും അതനുസരിച്ച് ഒരു നേതാവാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ശ്രീമതി യഥാർത്ഥ വസ്തുത ഒരുപാട് ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ സംശയമുണ്ടായിരുന്ന തരത്തിലുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണുള്ള ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യങ്ങളോടും ഒപ്പം ഈ രാജ്യത്തെ ജനങ്ങൾ കൊള്ളാവുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന നിലയിലേക്ക് വളരെ ചെറിയ ഒരു പീരീഡ് മാത്രം രാജ്യത്ത് UDF ജില്ലാ ചെയർമാൻ S അശോകൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു, MK പുരുഷോത്തമൻ, NI ബെന്നി, GO മാത്യു, VE താജുദ്ദീൻ, N രവീന്ദ്രൻ, KV സിദ്ധാർത്ഥൻ, ബേബി ചീമ്പാറ, TJ പീറ്റർ, ജോസ് അഗസ്റ്റിൻ, PN രാജീവ്, നിയാസ് കൂരാപ്പള്ളി, PS ചന്ദ്രശേഖരൻ പിള്ള, ജോർജ് താന്നിക്കൽ, PS സിദ്ധാർത്ഥൻ, TK നാസർ, TP ദേവസ്യ, CE മൊയ്തീൻ, P പൗലോസ്, TK സുധാകരൻ നായർ, സിബി തോമസ്, K ദീപക്, VA ജിന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് തോമസ് കുട്ടി കുര്യൻ, ബേബി വണ്ടനാനി, KM ഷാജഹാൻ, KH നൌഷാദ്, PA ഷാഹുൽ ഹമീദ്, PS ജേക്കബ്, ജോമോൻ ഫിലിപ്പ്, KP റോയി, PV അച്ചാമ്മ, KH റഷീദ്, നാസർ പാലമൂടൻ, VG സന്തോഷ് കുമാർ, ടോമി പാലക്കൽ, AS സേവ്യർ, സിന്ധുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിച്ചപ്പോഴും അലിയാർക്കും നവീസയ്ക്കും വൈദ്യുതി ഇനിയും കിട്ടാക്കനി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന കണ്ടത്തിൻകരയിൽ അലിയാർ നബീസ ദമ്പതികൾക്കാണ് നിയമത്തിലെ സാങ്കേതികത പറഞ്ഞ് അധികൃതർ വെളിച്ചം നിഷേധിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ നിന്നും നിർമ്മിച്ചു കൊടുത്തതാണ് ഇവരുടെ വീട്. ഇവർക്ക് വൈദ്യുതി നൽകുന്നതിനായി സ്ഥാപിച്ച പോസ്റ്റ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനവും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥരുടെ പകപോക്കലാണ് കാരണമെന്നും ആക്ഷേപമുണ്ട്. 2 മാസമായി ഈ കറണ്ടിന് അപേക്ഷിച്ച് നടക്കുന്നത്. കാണാത്ത ആൾക്കാരില്ല, എല്ലാവരും വന്നു കണ്ടു. പോസ്റ്റ് ഇട്ടതാ, എന്നിട്ട് അവർ ഇപ്പം പറഞ്ഞു കറണ്ട് തരൂല, പോസ്റ്റൊക്കെ ഊരിക്കൊണ്ട് പോകുമെന്ന്. എൻ്റെ ഇക്കാക്കാണെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതാ. ഞങ്ങൾ 2 വയസ്സായവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്ക കൂലിപ്പണിക്കൊക്കെ പോണത് വല്ലപ്പോഴൊക്കെ. ഞങ്ങൾക്ക് ഇത് പഞ്ചായത്തിന് അനുവദിച്ചു തന്ന വീടാ. ഞങ്ങൾക്ക് ഈ വീടിന് വേണ്ടി നാട്ടുകാരെല്ലാം സഹായിച്ചാണ് ഇത്രത്തോളം കാണിച്ചു വെച്ചത്. ഈ കറണ്ടിന് വേണ്ടി ഞങ്ങൾ എവിടെയെല്ലാം പോകണം, എങ്ങനെ ഞങ്ങൾക്ക് കിട്ടും അറിയാൻ പാടില്ല. നിങ്ങളൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് കറണ്ട് എത്രയും പെട്ടെന്ന് തന്നെന്ന് അപേക്ഷിക്കുന്നു.
അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉടുമ്പന്നൂർ ശാഖയുടെ വാർഷിക സമ്മേളനവും കുടുംബ സംഘവും ഉടുമ്പന്നൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. AKVMS സംസ്ഥാന പ്രസിഡന്റ് M. സുകുമാരൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. ചില രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് എടുത്താൽ അറിയാം, ഒരുപക്ഷെ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ അക്ഷരമാലയിൽ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള സംഘടനകൾ, ഉദാഹരണം കേരള കോൺഗ്രസ് പോലുള്ള സംഘടനകൾ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്ന് വേർപെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കി എന്ന് പറയുന്നതിന് ഓർത്ത് നിങ്ങൾ കുട്ടിത്തപ്പെടുന്ന കാര്യമില്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ നോക്കിയാൽ ബഹുഭൂരിപക്ഷം പേര് സ്ത്രീകളാണ്. സ്ത്രീകൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അവര് നേരിടുന്ന പരാധീനതകളെ കുറിച്ചുമൊക്കെ പത്രത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം വരുന്ന സംഗതികൾ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണം, അതുപോലെ തന്നെ അവരുടെ കുടുംബ ബന്ധങ്ങളിലും കാര്യങ്ങളിലുമുള്ള ഒരു പ്രാപ്തിക്കുറവ് ഇല്ലാതാക്കി സമൂഹത്തിന് ഗുണം നൽകുന്ന രീതിയിൽ അത്തരം മാതാക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിപ്പറ്റി ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഗുണപ്രദമായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന പദ്ധതികൾ അവരുടെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ ഈ രാജ്യത്ത് നല്ല പൗരന്മാരായി കുട്ടികളെ വളർത്തിയെടുക്കുവാൻ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രചോദനം നൽകുക എന്നുള്ളത് നമ്മുടെ മഹിളാ സമാജത്തിലൂടെ നമ്മൾ സാധ്യമാക്കേണ്ടതാണ്. ശാഖാ പ്രസിഡന്റ് OG മോഹനൻ അധ്യക്ഷത വഹിച്ചു. മാറുന്ന ലോകവും വിശ്വകർമ്മജരും എന്ന വിഷയത്തിൽ കരിയർ വിദഗ്ധൻ ബാബു പള്ളിപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 അവാർഡ് വിതരണം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സജീവ് നിർവഹിച്ചു. ശാഖാ സെക്രട്ടറി TS സുനിൽ, ഖജാൻജി KG ബിനു, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK അപ്പുക്കുട്ടൻ, ശശികുമാർ ചെങ്ങന്നൂർ, KR ശശി, PC അജയഘോഷ്, സതീഷ് പാഴുപ്പള്ളി, KK സത്യദേവൻ, C സന്തോഷ് കുമാർ, KK അജിത് കുമാർ, TK മനോജ്, PK ഭഗീരഥൻ, സൗമ്യ ജിനീഷ്, KR ഗോപി എന്നിവർ പ്രസംഗിച്ചു. വിജയൻ K ഇരേഴ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. തൊടുപുഴ ടൗൺ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയ ഫാദർ ജിയോ തടിക്കാട്ടിന് ചെപ്പുകുളം ഇടഭാഗങ്ങൾ യാത്രയേൽപ്പ് നൽകി. ഫാദർ തോമസ് കുഴിഞ്ഞാലിൽ, അഡ്വക്കേറ്റ് ബിജു പറയനിലം, ജോൺസൺ വേങ്ങാത്തണം, ജിയോ അച്ഛൻ വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫാദർ ജിയോ തടിക്കാട്ട് മറുപടി പ്രസംഗം നടത്തി. ഇവിടുത്തെ ഓരോ പണികളെ കുറിച്ച്, പള്ളിയുടെ പ്ലാനുകൾ, സ്കൂളിന്റെ പ്ലാനുകൾ, ഇങ്ങനെ ഓരോന്നും കാണിച്ച് ഇന്നലൊക്കെയാണ് ഈ ചെപ്പോളത്ത് നടക്കാൻ പോകുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, എത്രമാത്രം സ്നേഹവും ഈ നമ്മുടെ ഇടവകക്കാർക്ക് ഈ ചെപ്പോളം ഇടവകയോട് അല്ലെങ്കിൽ ഇടവക ദേവാലയത്തോട് സ്കൂളിനോടൊക്കെ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും തീഷ്ണതയും അച്ഛന്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ, അച്ഛൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ ചെയ്യുന്ന ഇടവകളിൽ അച്ഛൻ ഏറെ സ്നേഹിച്ചത് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും മാനവനായ ഒരു ചേട്ടൻ മാതാപിതാക്കളെ സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ഞാനും കയറി വന്നത് അതിയായ സന്തോഷത്തോടെയാണ്. ഒത്തിരി കാലമായി ഉള്ളത് ഉള്ളത് പറഞ്ഞെന്ന് വേണേൽ നമുക്ക് പറയാം. ചെപ്പോള എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രദേശമാണ്. അതിൻ്റെ കുഞ്ഞാലശ്ശേരി മൊബൈൽസായ തന്നെ മാറ്റി എന്തെല്ലാം ചെയ്തു എന്ന് ഒന്നും പറയേണ്ട, എല്ലാം സാക്ഷിയായി എല്ലായിടത്തും നിൽക്കുകയാണ്. പലപ്പോഴും നമുക്ക് വൈദ്യുതിയെ പറ്റി പറയാനുള്ളത്, കേരളത്തിൽ എവിടെ ചെന്നാലും കുറേ കുട്ടികളാണ് ട്രാൻസ്ഫർ തരാൻ കഴിഞ്ഞാൽ, അഡ്മിഷൻ തരാൻ കഴിഞ്ഞാൽ, കല്യാണക്കൂലി തരാൻ താമസിച്ചത്, എവിടെ ചെന്നാലും കത്തോലിക്കർക്ക് പറയാനുള്ളത് ഈ കുട്ടികൾ മാത്രമുള്ളൂ. അത് 50 വർഷം പഴക്കമുള്ളതും 25 വർഷം പഴക്കമുള്ളതും ഓരോ സംഭവങ്ങളും ലൈവായി സൂക്ഷിച്ചു കൊണ്ടെടുക്കുന്ന മനുഷ്യരാണ്. ഞാനിങ്ങനെ നിരന്തരം നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നല്ലത് പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല. എന്നാൽ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമായി
ഐക്യ മലയാളിയ മഹാസഭ കുട്ടികൾക്കായി ബാലസഭ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ആസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് സംസ്ഥാന സെക്രട്ടറിയും മലയാളിയ എഡ്യൂക്കേഷൻ ചെയർമാനുമായ മുൻ എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ MS വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി ക്യാമ്പുകൾ വിവിധ മേഖലകളിലായി ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ മേഖലകളിലെയും ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട വീടുകളിലെ കുട്ടികളുടെ അവരുടെ കഴിവുകൾ അങ്ങേയറ്റം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐക്യ മലയാളി മഹാസഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യ മലയാളി മഹാസഭ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാകെ ഈ സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഐക്യ മലയാളി സഭ 2005 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ സമൂഹമാകെ വളരെ ആവേശത്തോടുകൂടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഐക്യ മലയാളിയ മഹാസഭ മൂലമറ്റം യൂണിറ്റ് പ്രസിഡന്റ് KK വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഐക്യ മലയാളിയ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK വിജയൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം VR രാജേഷ് നന്ദിയും പറഞ്ഞു. എരുമേലി MES കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ VG ഹരീഷ് കുമാർ, MSW ഹൈദരാബാദ് മോണ്ടിസോറി ഗ്രൂപ്പ് ഓഫ് സ്കൂൾ അധ്യാപകൻ സാജൻ ആന്റണി, MSW മലയാളിയ വനിതാ സംഘടന ജനറൽ സെക്രട്ടറി ശൈലജ നാരായണൻ, മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ അധ്യാപകൻ KP സജിമോൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പ് അംഗങ്ങൾക്കായി ക്ലാസുകൾ എടുത്തു. പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും 2 വർഷത്തിനുള്ളിൽ പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് മൂന്നാറിനെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലാ പട്ടയമേള കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 5490 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്. ഉപാധിരഹിത പട്ടയമാണ് വിതരണം ചെയ്തത്. 77 മുൻപ് വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് കേന്ദ്രാനുമതിയോടെയാണ് ഉപാധിരഹിത പട്ടയങ്ങൾ നൽകിയത്. 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം നൽകുന്ന പട്ടയങ്ങൾക്ക് ഉപാധിയുണ്ട്. കുടിയേറ്റക്കാരെ ആദരിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ കണ്ണീരൊപ്പുന്ന നിലപാടാണ് സർക്കാരിന്റേത്. കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ഭൂപടത്തിൽ സ്ഥാനമുള്ള വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ. മൂന്നാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. ഈ സമയത്തിനുള്ളിൽ 2 വർഷമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ ഇവിടെ പട്ടയം ലഭിക്കാൻ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കണം എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ സമഗ്രമായ ഭൂപരിശോധന, രേഖാപരിശോധന ഇതൊക്കെ അനിവാര്യമാക്കുകയാണ്. അത്തരത്തിൽ സർക്കാരിന് നീങ്ങേണ്ടതായിട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് നടപടികൾ സ്വീകരിക്കാനാവും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിൽ ഇവിടെ താമസിക്കുന്ന ദശാബ്ദങ്ങളായി താമസിക്കുന്ന ആരെയും ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാൻ സർക്കാരില്ല. അവർക്ക് സംരക്ഷണം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. വനംവകുപ്പ് മന്ത്രി K രാജു, വൈദ്യുതി മന്ത്രി MM മണി, ജോയ്സ് ജോർജ് MP, MLA-മാരായ റോഷി അഗസ്റ്റിൻ, S രാജേന്ദ്രൻ, ES ബിജുമോൾ, ജില്ലാ കളക്ടർ GR ഗോകുൽ തുടങ്ങിയവർ പട്ടയമേളയിൽ പങ്കെടുത്തു. 10 ചെയിൻ മേഖലയിലെ പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ചിലവിൽ നടന്ന ന്യൂ സ്റ്റാർ വോളിബോൾ ടൂർണമെന്റിൽ കാസ് കാരിക്കോട് ഒന്നാമതെത്തി. വിജിലന്റ് കാഞ്ഞാർ 2ാം സ്ഥാനത്തിന് അർഹരായി.
തലയെത്തിപ്പോയാലും തലകെട്ടിപ്പോയാലും തങ്ങളുടെ തട്ടകം തട്ടാൻ സമ്മതിക്കില്ല എന്ന ഇരു ടീമുകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ട്രോഫിയും സമ്മാനങ്ങളും കരിമണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് കെ ജോസഫ് വിതരണം ചെയ്തു. കാസ്ക് കാരിക്കോട് ടീമിലെ PS റിൻസിനെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. ന്യൂ സ്റ്റാർ ക്ലബ് ഭാരവാഹികളായ MM നസീം, ഷിഗാവ് കാസിം, അൽ അസർ സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ് കാസിം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പ്രസിഡന്റ് തോമസ് മാത്യു കക്കുടിയുടെ നേതൃത്വത്തിലുള്ള പാനലാണ് വിജയം ആവർത്തിച്ചത്. KM ഹംസ കാളംതോട്ടിൽ, സിൽവി തോമസ് മടത്തിക്കണ്ടത്തിൽ, മിനി റജി മണ്ണാത്ത്, സജീവ് ജോൺ താന്നിക്കൽ, തങ്കപ്പൻ കുട്ടൻ മടത്താഴത്ത്, ജോർജ് ജോസഫ് ഒറ്റത്തെങ്ങുങ്ങൽ, സഫിയ ബഷീർ ഈന്തുങ്ങൽ, ഗിരീഷ് കൃഷ്ണൻകുട്ടി നിരക്കുഴിയിൽ, തോമസ് മാത്യു കക്കുഴിയിൽ, കൊച്ചുറാണി ബാബു തുരുത്തിമറ്റത്തിൽ, KM കാസിം കൂറ്റുവേലിൽ എന്നിവരാണ് വിജയിച്ചത്. ദരിദ്രരും നിരാശരുമായ ക്യാൻസർ രോഗികൾക്കും മറ്റ് രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്കും സൗജന്യ താമസം, ഭക്ഷണം, മരുന്ന്, മറ്റ് പരിചരണങ്ങളും നൽകുന്ന ജീസസ് കെയർ ഹോം എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഭവനങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്നവരും മാനസിക വൈകല്യമുള്ളവരുമായ സ്ത്രീകൾക്ക് പകൽ സമയം സന്തോഷവും സമാധാനവുമായി സർവ്വസ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ കഴിയാൻ പകൽ വീട് എന്ന പദ്ധതിക്ക് മുട്ടം ചൊള്ളാവയലിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മുട്ടം സബ് ഇൻസ്പെക്ടർ S ഷൈൻ നിർവഹിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ ചെറിയാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബൈജു കുര്യൻ, ജീസസ് കെയർ രക്ഷാധികാരി മാത്യു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ജീസസ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ശോഭന റൂത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ബസ് സ്റ്റാൻഡിൽ സ്റ്റോപ്പിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത്, വയസ്സായ ഒരു സ്ത്രീ ഇരിക്കുന്നത്. രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ ഞാൻ വിചാരിച്ചു ബസ് കാത്തിരിക്കുകയായിരിക്കുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴും ആ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നാട്ടുകാരിങ്ങനെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബസ്സിൽ വന്നിറങ്ങിയതാണ്. രാവിലെ മോനുമായിട്ട് വന്നതാണ്. ആ ബസ്സിനകത്ത് ഇരുത്തിയിട്ട് മോൻ പോയി. യാതൊരു ക്ലൂ ഇല്ല. ഇത് എവിടെ നിന്നാണെന്നോ അവർക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ ഇത് പറയണമെന്ന്. അവസാനം ആ ബസ്സിലെ KSRTC ബസ്സിലെ കണ്ടക്ടറെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്നപ്പോൾ അവർ സുഖമായിട്ട് ഇരിക്കുക. അപ്പോൾ അവരെ വിളിച്ചോണ്ട് വന്നു ഈ അമ്മയുടെ മുന്നിൽ വെച്ച് രണ്ടെണ്ണം അടിച്ചപ്പോൾ 2 അടി കൊടുത്തപ്പോൾ ഈ അമ്മ തന്നെ പറയാ അടിക്കണ്ട. അവർ സുഖമായിട്ട് വീട്ടിൽ പോയിരിക്കുക. ഇവരെ കൊണ്ടുവന്ന് ബസ്സിൽ കണ്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടില്ലെങ്കിൽ മോൻ തിരക്കണ്ടേ, വീട്ടിൽ പോയിരിക്കാൻ മതി. അപ്പൊ അവനെ അടിച്ചപ്പോൾ ആ അമ്മ കൈ പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട സാറേ അടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മാതൃസ്നേഹം ഇവിടെ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. എൻ്റെ ആ ഒരു ശേഷമുണ്ടായ കാര്യം ആ സ്ത്രീയെ കുറിച്ച് എനിക്കറിയത്തില്ല. അവരെവിടുന്ന് വന്നു ഒന്നും അവർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. മോൻ ബസ്സിനകത്ത് കൊണ്ടുവന്നിട്ട് അത് നല്ല അടിച്ച് ചിറ്റായിട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കെ, സ്വന്തം അമ്മയെ ബസ്സിൽ KSRTC ബസ്സിൽ കൊണ്ടുവന്ന് കയറ്റി വിട്ടിട്ട് അവൻ ഇറങ്ങിപ്പോയി. പോയിട്ട് അവൻ വീട്ടിൽ ഇരുന്ന് അടിച്ച് ചിറ്റായിട്ടിരിക്കുക. അതാണ് അവസ്ഥ. ജീസസ് കെയർ ഹോം ചാരിറ്റി ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഒരു പകൽ വീട് സംരംഭം തുടങ്ങുന്നത്. ഇത് വീട്ടിൽ ഒറ്റയ്ക്ക് ഒക്കെ ഇരിക്കുന്നവരും ഒത്തിരി ഏകാന്തത അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ മാനസിക വൈകല്യങ്ങൾ ഉള്ളവരും അവരെയൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ട് ഒത്തിരിയേറെ വേദനയും വിഷമവും ആരോടും അവൻ്റെ സ്വന്തം കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാതെയും ഒക്കെ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മളവരെ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ സ്നേഹപൂർവ്വം വണ്ടി കൊണ്ടുപോയി വണ്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നു. അവരുടെ ഭക്ഷണങ്ങൾ അവരുടെ സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി പ്രാർത്ഥനാപരമായ ഒരു അന്തരീക്ഷത്തിൽ അവരെ വൈകുന്നേരം 4 മണി വരെ നോക്കി ചായ കാപ്പിയൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു വലിയ സംരംഭമാണ് നമ്മൾ ചെയ്യുന്നത്. മൂലമറ്റം സമന്വയ നൃത്ത വിദ്യാലയത്തിന്റെ 2ാം വാർഷികാഘോഷങ്ങളും അരങ്ങേറ്റവും നടന്നു. മൂലമറ്റം HRC ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ KSCB ജനറേഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സിജി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ടോമി വാളിക്കുളം അധ്യക്ഷത വഹിച്ചു. അറക്കളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. HRC ക്ലബ് സെക്രട്ടറി ദിലീപ് കുമാർ, സാഹിത്യകാരൻ SP പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നൃത്താധ്യാപിക കുമാരി RLB ഷൈബി കൃഷ്ണ സ്വാഗതവും പ്രമീണ P ഉണ്ണിത്താൻ നന്ദിയും പറഞ്ഞു. ും
മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ പന്നൂർ വാർഡിൽ ആരംഭിച്ചു. ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസി സിറിയക് ഉദ്ഘാടനം നിർവഹിച്ചു. JPH-N ബീന, C പീറ്റർ, JHI സീന M രാജ്, സുമ രവി, ലീലാമ്മ ജോസ്, സലോമി വറീസ് എന്നിവർ വാർഡിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പ്, ജില്ലാ സിംഗിൾ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ 17 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ ആൽഡ്രിൻ ബേബി ഒന്നാം സ്ഥാനം നേടി. വണ്ടമറ്റം വട്ടക്കുന്നേൽ ബേബി വർഗീസ് മിനി ദമ്പതികളുടെ മകനാണ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ത്യൻ സ്പോർട്സ് അക്കാദമിയിലെ സൈജൻ സ്റ്റീഫന്റെ കീഴിലാണ് ഷട്ടിൽ പരിശീലനം നടത്തിവരുന്നത്. തൊടുപുഴ കൃഷ്ണകൃപ സത്സംഗമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 29 തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ ജീവിത വിജയത്തിന് ഭഗവത്ഗീത എന്ന വിഷയത്തിൽ സ്വാമി ഉദിത് ചൈതന്യജിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447163623 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കഴിഞ്ഞ ദിവസം നിര്യാതനായ കോൺഗ്രസ് ഐ കരിമണ്ണൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നപ്പള്ളിയിൽ KO ജോസഫിന്റെ സംസ്കാരം കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്നു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ വസതിയിലും പള്ളിയിലും അന്തിമോപചാരം അർപ്പിച്ചു. തേടി ദൈവത്തോടു തുറങ്ങിടാത്തുന്നേ ഞാൻ നാഥന്റെ ചാരി. ഈ നിമിഷം ജഗത്തിന്റെ വേറുപാടിൽ വേദനിക്കുന്ന മക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാം, പ്രത്യേകിച്ച് സഹോദര വൈദികനും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും സഹോദരന്മാരുടെയും നാമത്തിൽ അനുശോചനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവന് ഈശോ സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മൃതദേഹത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ 3 തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒന്ന്, നമുക്ക് ഇന്ന് കുഞ്ഞേട്ടനോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 80 വർഷത്തെ ഈ ലോക ജീവിതത്തിൽ കുന്നപ്പള്ളിയിൽ കുടുംബത്തിന് മാത്രമല്ല, ഈ ഇടവകയ്ക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള വിവിധ മേഖലകളിൽ വസിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുഞ്ഞേട്ടന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, സംസാരത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എന്തെങ്കിലുമൊക്കെ പങ്കിട്ട് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായിരുന്നു കുഞ്ഞേട്ടന്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇടവക തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും സാമൂഹ്യ തലത്തിലായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്രമാത്രം വലുതായിരുന്നു. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കോൺഗ്രസ് ഐ കരിമണ്ണൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നപ്പള്ളിയിൽ കുഞ്ഞേട്ടന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കരിമണ്ണൂരിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് സിബി കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലോസ്, PP സുലൈമാൻ റാവുത്തർ, CP മാത്യു, ജോസ് കുന്നപ്പള്ളിൽ, ജോർജ് അഗസ്റ്റിൻ, ജെയിൻ അഗസ്റ്റിൻ, KK രാജൻ, NK ഇല്യാസ്, KM സിജു, പോൾ കുഴുപ്പള്ളിൽ തുടങ്ങിയ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നതിനപ്പുറം കരിമണ്ണൂരിലെ മുഴുവൻ ആളുകളുടെയും ജ്യേഷ്ഠ സഹോദരനായി. കരിമണ്ണൂരിലെ നാട്ടുകാരുടെ എല്ലാവരുടെയും പുണ്യമാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെ കാലം ഈ നാട്ടിൽ, ഈ ഗ്രാമപ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകനായി നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചയാളാണ് കുഞ്ഞേട്ടൻ എന്നിവിടെ സ്ഥിതി പരാമർശിക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ദുഃഖിക്കുന്ന
കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഞങ്ങളുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, സർവോപരി അദ്ദേഹത്തെ അകവഴിഞ്ഞ് സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. കമ്മിറ്റി ആരംഭിക്കുന്നതിന് മുമ്പ് സുജേട്ടൻ വളരെ കർക്കശമായി പറയും, ആദ്യം കഴിഞ്ഞ കമ്മിറ്റിയുടെ മിനിറ്റ്സ് അംഗീകരിക്കുക, എന്നിട്ട് മീറ്റിംഗ് ആരംഭിക്കുക. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ വ്യക്തി വൈശിഷ്ട്യമായിരിക്കും. ഇന്ന് ഇവിടെ കൈകണ്ടൂരിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കും അപാരവൃത്തം ജനങ്ങളാണ് ഒഴുകിയത്. അദ്ദേഹം നമുക്ക് നൽകിയ സ്നേഹം, അദ്ദേഹം ഈ നാടിനോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കാണിച്ച ആത്മാർത്ഥത, അത് നാളത്തെ തലമുറയ്ക്ക് മാതൃകയായിട്ട് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി പോലും വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അതിനപ്പുറത്തുള്ള വ്യക്തിബന്ധത്തെ സൂക്ഷിക്കാനും, എന്നാൽ കോൺഗ്രസിനെ വിമർശിച്ചാൽ അത് അനുവദിക്കപ്പെടുകയില്ലാത്ത കാർക്കശ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ സവിശേഷതയുടെ പ്രതീകമാണ്, പര്യായമാണ് കുഞ്ഞേട്ടൻ. ആ കുഞ്ഞേട്ടൻ ജനങ്ങളുടെ എന്നും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. ജനാധിപത്യ കേരള കോൺഗ്രസിനും ഈ നാടിനും നാട്ടാർക്കും ഒക്കെയുമുള്ള അകൈതവുമായ അനുശോചനം, ദുഃഖം കുടുംബാംഗങ്ങളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും രേഖപ്പെടുത്തി വാക്കുകൾക്ക്. RSPB സംസ്ഥാന കമ്മിറ്റി അംഗവും തൊടുപുഴ താലൂക്ക് മുൻ സെക്രട്ടറിയുമായ ഉടുമ്പന്നൂർ കണ്ടത്തിൻകരയിൽ കെ ഗോപിനാഥൻ നായർ നിര്യാതനായി. സംസ്കാരം നടത്തി. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ളവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കര അച്ഛൻ്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇംഗ്ലണ്ടുകാരനായ CF ആൻഡ്രൂസ് ഗാന്ധിജിയെ അനുഗമിച്ച ഒരു മനുഷ്യനായിരുന്നു. ദീനബന്ധു എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് ഒരു സുഹൃത്തിൻ്റെ ചതി മൂലം നഷ്ടപ്പെടുവാനിടയായി. 12 മക്കളെയാണ് ഈ അമ്മയ്ക്ക് അപ്പന് വളർത്തേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ 12 മക്കളെയും വിളിച്ചുകൂട്ടി. നിലത്ത് മുട്ടുകുത്തി ചതിയനായ ആ സ്നേഹത്തിനു വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. മക്കളെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു. അദ്ദേഹത്തെ ശപിക്കാനോ പ്രതികാരം ചെയ്യാനോ വെല്ലുവിളിക്കാനോ അല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവർ മുതിർന്നത്, മക്കളെ പ്രേരിപ്പിച്ചത്. ഈ ഒരു സ്വാധീനം ജീവിതകാലം മുഴുവനും CF ആൻഡ്രൂസിൽ നിലനിന്നിരുന്നു. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമെന്ന വലിയ തത്വമാണ് ഈ മാതാപിതാക്കളുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് പലപ്പോഴും മക്കളുടെ അക്രമ സ്വഭാവം അല്ലെങ്കിൽ അമർച്ച ചെയ്യാൻ കഴിയാത്ത ശീലങ്ങൾ, പെരുമാറ്റ രീതികൾ, അതേക്കുറിച്ചൊക്കെ പലപ്പോഴും മാതാപിതാക്കൾ പോലും പരാതിക്കാരാണ്. മാതാപിതാക്കളുടെ മനോഭാവവും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് മക്കളുടെ മനോഭാവത്തെയും ചിന്താഗതിയെയും കാഴ്ചപ്പാടിനെയും രൂപപ്പെടുത്തുന്നത്. കുടുംബം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാലയമാണ്.
വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ സർവകലാശാല. ചുടയിലെ ശീലം ചുടൽ വരെ എന്ന ആ വാക്യം ഇവിടെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന വേദവാക്യം ഇവിടെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. കുഞ്ഞുപ്രായങ്ങളിൽ മാതാപിതാക്കൾ കൊടുക്കുന്ന പരിശീലനമാണ് ഒരു വ്യക്തിയുടെ ജീവിതാവസാനം വരെ വ്യക്തിത്വമായി വെളിപ്പെട്ടു വരുന്നത്. കേൾക്കുന്ന മാതാപിതാക്കളെല്ലാവരും ജാഗരൂകരാകുക. മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ, മക്കൾക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജാഗ്രതപ്പെടുക. ദൈവാഭിമുഖം നിൽക്കുക, മക്കളെ പരിശീലിപ്പിക്കുക. ക്ഷമ, സ്നേഹം, വിനയം, താഴ്മ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഒക്കെ രൂപപ്പെടുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറക്കരയച്ചൻ. ചരമവാർത്തകൾ. പുതിയടത്ത് പരേതനായ ശങ്കരൻപിള്ളയുടെ ഭാര്യ പാറക്കുട്ടിയമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മക്കൾ ചന്ദ്രശേഖരൻ പിള്ള, പ്രകാശ്, ബോസ്, ബിന്ദു, പരേതനായ മോഹൻദാസ്, പ്രസന്നകുമാരി, മക്കൾ ഉഷ, മിനി, വത്സ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2710 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. റബ്ബർ വില നിലവാരം. RSS 4 കിലോഗ്രാമിന് 128 രൂപ, RSS 5 കിലോഗ്രാമിന് 125 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ തെക്കുംഭാഗം പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV മത്തായി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ഐക്യ മലയറിയ മഹാസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ MS വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പനയിൽ നടന്ന പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിനുള്ളിൽ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. ചിലവ് ന്യൂ സ്റ്റാർ വോളിബോൾ ടൂർണമെന്റിൽ കാരിക്കോട് കാസ്റ്റ് ചാമ്പ്യന്മാരായി. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് K. ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.